സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും നല്ല മഴയാണ്. എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ മാക്സിമം സൂക്ഷിച്ച് പോവുക. ഈ അധികം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകാതെ ഇരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ ഹരാസ് ചെയ്യാമോ ആ രീതിയിലും അതിനപ്പുറത്തെ രീതിയിലും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന് ആ വ്യക്തിയുടെ മാതൃത്വവും ആ വ്യക്തിയുടെ പിതൃത്വവും വരെയും എടുത്ത് ഈ ചികഞ്ഞു നോക്കുന്ന തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുടെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തന്നെ ചാനലിലുള്ള പല വീഡിയോകളിലും ഞാൻ ആ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വിമർശനങ്ങളുമായിട്ട് വന്ന ആളുകൾക്ക് ഒരു കിഴങ്ങും അറിയില്ല എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടതാണ്. വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും അറിയണ്ടേ? ഒരു കോപ്പും അറിയില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അതിൻ്റെ തലയും വാലും ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വന്നിട്ട് ഈ പറയുന്നതിലെല്ലാം വേടൻ്റെ ഈ പാട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ ഈ പുള്ളിയെ ഞാൻ അറിയുന്നത് ഈ കേസ് വന്നതിന് ശേഷമാണ്. പക്ഷേ പാട്ടിലെ വരികൾ ഇങ്ങനെയാണ് പറയുന്നത് ഓർക്കണം. അതായത് ഈ പാട്ടിലെ വരികൾ കൃത്യമായി പാടുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പറയുകയാണ് ഈളെ എനിക്കറിയത്തില്ല, കേസ് വന്നതിന് ശേഷം ഞാൻ കാണുന്നതെന്ന്. വേടനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും വേടൻ്റെ പാട്ടുകൾ ഒരു തവണ കേട്ടാലൊന്നും ആ വേടൻ്റെ പാട്ടുകൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. കുറേ തവണ കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ കുറേ തവണ കേട്ടിട്ട് ഈ ശശികല ടീച്ചർ, ഞാൻ വേറെ ആരുടെ പേരല്ല പറയുന്നത്, ശശികല ടീച്ചർ വന്നിട്ട് പറയാണ് ഈ വേടൻ്റെ ഈ വരി ഇങ്ങനെ പാടിയിട്ട് പറയാണ്, ആ വരി എനിക്കറിയില്ല കേട്ടോ, എനിക്ക് കേസ് വന്നതിന് ശേഷം അറിയുന്നത്, എനിക്ക് അതിന് മുമ്പ് അറിയില്ല എന്ന്. ആ വരികൾ കാണാപ്പാടം പഠിച്ചു. ഒന്നുമല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി അവരെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ തോക്കുമല്ലോ അല്ലെങ്കിൽ നാണക്കേടാവുമല്ലോ എന്നുള്ളത് കൊണ്ട് ഈ വീട സ്ഥലത്ത് കിടന്നങ്ങ് ഉരുളുകയാണ്. മണ്ണ് എത്ര പറ്റിയാലും കുഴപ്പമില്ല, അങ്ങ് ഉരുണ്ടേക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിൽ NR മധു, അതായത് കേസരി എന്ന് പറയുന്ന RSSൻ്റെ മുഖപത്രമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു മുഖപത്രത്തിൻ്റെ ഈ മുഖ്യ പത്രാധിപൻ NR മധുവിൻ്റെ ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനോട് ഞാനങ്ങ് ഒരുപാട് യോജിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തന്തയില്ലായ്മ പറയാനും തന്തയില്ലായ്മ പ്രവർത്തിക്കാനും അത് കഴിഞ്ഞാലും മറയാക്കിക്കൊണ്ട് കൂടെ നിർത്താനും സാധിക്കുന്നതൊക്കെ ഒരു കാര്യം വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. മറ്റേടത്തെ കഴിവാണ് കേട്ടോ. ഈ ഒരു പഴഞ്ചൊല്ലുണ്ട് പണ്ട് പറയുന്നത്, ഈ നാണമില്ലാത്തവൻ്റെ അല്ലെങ്കിൽ മാനമില്ലാത്തവൻ്റെ മൂട്ടിൽ ആല് മുളച്ചാലും അതൊരു തണലായിട്ട് കാണും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ലുണ്ട് പണ്ട്. അതാണ് എനിക്ക് മധുവിൻ്റെ കാര്യത്തിൽ ഓർമ്മ വരുന്നത്. മധുവിനെ ഇന്ന് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. നമുക്കറിയാം കഴിഞ്ഞ തവണ തന്നെ ഈ മധുവിൻ്റെ ഈ വിദ്വേഷ പരാമർശത്തിന് പിന്നാലെ DYFI കേസ് കൊടുത്തിരുന്നു. വേടനെ അവഹേളിച്ചു, അല്ലെങ്കിൽ വേടൻ അടങ്ങുന്ന ഈ പട്ടികജാതി പട്ടികവർഗ പ്പെട്ട ആളുകളെ ഒന്നടങ്കം അവഹേളിക്കാനായിട്ട് മധു എന്ന് പറയുന്നത് മുന്നിലേക്ക് നിന്നെന്ന് പറഞ്ഞുകൊണ്ട് DYFI കേസ് കൊടുത്തു. അതായത് വേടനെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എല്ലാം DYFI നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ DYFI കൊടുത്ത കേസിൻ്റെ പേരിൽ ഇന്ന് മധുവിനെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ ജാമ്യത്തിൽ മധുവിനെ പുറത്തു വിട്ടു. എന്താ കാര്യം? അവൻ വിദ്വേഷ പരാമർശം നടത്തിയതേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് അയാളുടെ അമ്മയും അച്ഛനെയും എല്ലാം മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചാലും ഇവിടെ ഒരു കോപ്പുമില്ല. സ്റ്റേഷനിൽ പോയ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്ത് പോകാം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കഴിഞ്ഞിട്ടും പുറത്ത് വന്നിട്ട് മധുവിൻ്റെ ആ ഒരു ധീരമായിട്ടുള്ളൊരു മറുപടിയുണ്ട്. ഞാൻ ആ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് ഒരു ശകലം പോലും മാറില്ല എന്ന്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, തന്തയില്ലായ്മ പറയുകയും ചെയ്യുകയും ചെയ്താലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ചില ആളുകളാണ്. അങ്ങനെയുള്ള ആളിലൊരാളാണ് ഈ പറയുന്ന മധു. പ്രായത്തിൻ്റേതായിട്ടുള്ള ധാർഷ്ട്യം കാണും, ഞാൻ അതിലേ നിൽക്കുകയുള്ളൂ, ഞാൻ അതിൽ നിന്ന് പോവില്ല എന്നുള്ളത്. ആ ധാർഷ്ട്യമൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പറയുന്ന പരിപാടികൾ കാണിച്ചിട്ടാണ് ഈ ധാർഷ്ട്യം കാണിക്കുന്നതെന്ന് പറയുമ്പോഴാണ് നമ്മളിത് ചിന്തിക്കേണ്ടത്. അപ്പം മധുവിൻ്റെ ആ ഒരു പ്രസ്താവന നമുക്ക് കണ്ടുനോക്കാം. ഈ കൈരളി ന്യൂസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വന്ന സമയത്ത് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് വേടനെ പറ്റി പറഞ്ഞതിൽ എന്താണ് ഇപ്പോഴത്തെ നിലപാടെന്ന്. അപ്പോഴും അയാൾ പറയുന്നത് എനിക്ക് ആ നിലപാട് തന്നെയാണെന്നാണ്. ഞാൻ ആദ്യം ഒരു വാർത്ത പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വേടനെ അധിക്ഷേപിക്കുകയും മതസൗഹാർദ്ദത്തിന് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്ത RSS മാസിക കേസരി പത്രാധിപർ NR മധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. താൻ പറയുന്നതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് NR മധു. വേടനെ ഇല്ലാതാക്കാനാണ് സംഘപരിവാറുകാരനായ NR മധു ശ്രമിച്ചതെന്ന് പരാതി നൽകിയ CPIM നേതാവ് വേലായുധനും പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറെ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും. വേടനെതിരായ ഈ നീചവാക്കുകൾക്കെതിരെയാണ് CPIM കിഴക്കേക്കല്ലട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേലായുധന്റെ പരാതിയിൽ കലാപാഹ്വാന കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത് പ്രതി NR മധുവിനെ അറസ്റ്റ് ചെയ്തത്. കിഴക്കേക്കല്ലടയിൽ RSS നിയന്ത്രണത്തിലെ ക്ഷേത്ര പൊതുസമ്മേളനത്തിൽ NR മധു വേടന്റെ പാട്ട് ജാതി ഭീകരവാദവും വിഘടനവാദവും പ്രകടിപ്പിക്കുന്നു. അറേബ്യൻ ഭക്ഷണമായ ഷവർമ കഴിച്ച് മരിക്കുന്നവർ ഹിന്ദുക്കൾ മാത്രമാണെന്നും ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ മരിക്കുന്നില്ലെന്നും മതസൗഹാർദ്ദം തകർക്കും വിധം പ്രസംഗിച്ചത്. വേടനെതിരെ താൻ പറഞ്ഞത് ബോധപൂർവമെന്ന് NR മധു ആവർത്തിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ല. ആ സ്റ്റേറ്റ്മെന്റ്
യാദൃശ്യമായി നടത്തിയതല്ല. അത് സാമൂഹ്യ പ്രസക്തമായ ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാണ്. വേടനെ ഇല്ലാതാക്കാനാണ് സംഘപരിവാറുകാരനായ NR മധു ശ്രമിച്ചതെന്ന് പരാതി നൽകിയ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേലായുധനും പറഞ്ഞു. ദാസ് മുരളി എന്ന പ്രസിദ്ധനായ കവി വേടനെക്കുറിച്ച് വേടനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം നടത്തിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനാൽ ഇദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. എവിടെ എടുക്കാനാണ്? ഇവന്മാരൊക്കെ പുഷ്പം പോലെ ഉരിപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ കണ്ടതും. എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും അതിനൊക്കെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്നവരെ പറഞ്ഞാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു കേരളത്തിൽ വന്നൊരു ന്യൂസ് ഉണ്ട്. അതായത് ഈ മധു പറയുന്ന കാര്യങ്ങൾ, മധു ഇതിൽ എടുത്തു പറയുന്നൊരു കാര്യം, ഞാനിത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് പറഞ്ഞതാണ്, അല്ലാതെ പെട്ടെന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല. അതായത് ഈ പോക്കൃത്തരം കാണിക്കുന്നതും പറയുന്നതും ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ചതിൻ്റെ പേരിലാണ്, അല്ലാതെ ഞാൻ പെട്ടെന്ന് നിശ്ചയിച്ചതല്ല എന്നാണ് ഈ പറയുന്ന മധു പറയുന്നത്. ഈ ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ കാണിക്കുന്ന ഈ പറയുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് ആ സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒന്നടങ്കം അവഹേളിക്കാനായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി എന്നുള്ളത് നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ നമുക്കത് അതിൻ്റെ ഒരു സത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടി കാണിച്ചിട്ടും ഇവർക്കെതിരെ വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കാൻ പറ്റാത്തത് ഒരു വലിയ ഒരു വീഴ്ച തന്നെയാണ്. അല്ലെങ്കിൽ ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഒരു കോപ്പും കൊടുക്കണ്ട, അല്ലെങ്കിൽ അവരങ്ങനെ തന്നെ ജീവിച്ചാൽ മതി എന്നുള്ളൊരു ധാർഷ്ട്യമായിരിക്കണം ഒരു പക്ഷേ ഈ രീതിയിലേക്ക് യുവമാർക്ക് ഈ പറയുന്ന ജാമ്യം കിട്ടാനും അല്ലെങ്കിൽ വലിയൊരു കേസ് ഇല്ലാതെ വീണ്ടും പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തിയെ പറഞ്ഞ് നമ്മൾ ഒരാളെ വെട്ടിക്കൊല്ലുന്നതും അതേപോലെ തന്നെ വാക്കുകൾ കൊണ്ട് കൊല്ലുന്നതും രണ്ടും രണ്ടാ. വെട്ടിയ ചോര വരും, വാക്കുകൾ കൊണ്ടാൽ അത് ചോരയൊന്നും വരില്ല, അത് ഉള്ളിൽ ഏറ്റ മുറിവുണ്ടാക്കും. ആ ഏറ്റ മുറിവ് വേടൻ്റെ ഉള്ളിലുണ്ട്. വേടൻ ഒരു മനുഷ്യൻ തന്നെയാണ്. ആ വേടനെ പലതവണയായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവഹേളിക്കുമ്പോഴും അത് ഒരു മനുഷ്യനാണെന്ന് മധു നീ ഓർക്കണം. മധുവിനോട് മാത്രമല്ല, മധു അടങ്ങുന്ന മധുവിൻ്റെ സംഘടനയിലുള്ള ആളുകളും അതേപോലെ തന്നെ ജാതി വെറിയുള്ള നമ്മുടെ കേരളത്തിലുള്ള ഈ പോക്കൃത്തരങ്ങൾ കാണിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. അതും ഒരു മനുഷ്യൻ തന്നെയാണ്, അവനും വേദനിക്കും, അവനും ഒരു ഹൃദയമാണുള്ളത്. അവനിതെല്ലാം കേട്ട് സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഒരു കോപ്പ് അവർക്കെതിരെ ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ടുമായിട്ട് വരാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ്. അപ്പോൾ നീയൊക്കെ വീണ്ടും അവൻ്റെ മണ്ഡലം കയറാൻ നോക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വെറുതെ വിടില്ല മക്കളെ നിന്നെയൊന്നും. നിനക്ക് ഈ ജാതിപറി ഈ സംസാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിൻ്റെയൊക്കെ വീട്ടിൽ വെച്ചാൽ മതി മധു അല്ലെങ്കിൽ ശശികലയെ. അന്ന് കേരളത്തിലോട്ട് കൊണ്ടുവന്ന് സംസാരിക്കാൻ നോക്കണം. കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ വിവരമുണ്ട്, നിന്നെയൊക്കെ പോലെ വെറും വാണങ്ങളല്ല അവർ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ മധുവിന് എന്താണ് പറയാനുള്ളതെന്ന് മധുവിൻ്റെ ഒരു വീഡിയോ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമയത്തുള്ള ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത്. വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ്. പാലസ്തീൻ പതാക പുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല. ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTT എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുദ്ധൻ എന്ന് പറയുന്ന സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതീകത്തെ ചോര കുടിച്ച് അലയുന്ന മറ്റൊരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയും സ്വന്തം വളർത്തുപട്ടിക്ക് ബുദ്ധൻ എന്ന പേരിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മ്യാൻമറിൽ നിന്ന് വരുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നയമാണ് എന്ന് മനസ്സിലാക്കാനും സാമാന്യ ബുദ്ധി മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നിശ്ചയമായിട്ടും അത് നിയമപരമായി നേരിടേണ്ടതാണ്. അതിന് ഈ രാജ്യത്ത് ധാരാളം സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പോലീസുണ്ട്, അധികൃതരുണ്ട്. ആ അധികൃതരുടെ മുന്നിൽ ശ്രദ്ധ ക്ഷണിക്കുക എന്നതാണ് ഒരു പ്രസംഗകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട കാര്യം. അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യം എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കും അറിയാം. എന്താണെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ സമൂഹത്തിൽ ഈ ആധുനിക കാലത്ത് നമ്മൾ ജാതിയെ മറന്നു തുടങ്ങി, ജാതീയമായ വിവേചനങ്ങളെ മറന്നു തുടങ്ങിയതാണ്. ഇത് സത്യത്തിൽ ഇത്തരം ജാതി വിവേചനങ്ങളെ അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി ആവർത്തിച്ച് പറയലാണ് എന്ന് സാമാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെ എന്താണ് ഈ പറയുന്ന റാപ്പ് സംഗീതത്തിലൂടെ വേടൻ എന്ന് പറയുന്ന കലാകാരനെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഈ ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവും അനൈക്യവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം വേടനെ മുൻനിർത്തി നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ആധുനിക കാലത്തും ഇത്തരം ജാതിവാദങ്ങൾ ഉയർത്തുന്നത്. ഞാൻ ഇന്നല്ല കാലങ്ങളായി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. വളരെ നല്ല കാര്യം തന്നെയാണ്. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അത് മറ്റുള്ളവർക്കൂടെ ശരിയാണോ എന്നുകൂടെ നോക്കണം.
എൻ്റെ ശരികൾ എല്ലാവരുടെയും ശരികളാണെന്ന് വിചാരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്, മൂഢനാണ് നീ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നതേ ആവാൻ പാടുള്ളൂ സത്യം എന്നുള്ള ഒരു ധാർഷ്ട്യം അത് നിൻ്റെ വാക്കുകളുണ്ട്. അത് പ്രായത്തിൻ്റെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. പ്രായം കൂടുമ്പോൾ ധാർഷ്ട്യം കൂടും, തെറ്റല്ല. പക്ഷേ ഈ ഊന്നി പറയുന്നൊരു കാര്യം, ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, നിറമില്ല, ഒരു കോപ്പുമില്ലെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാസം തന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് പേരൂർക്കടയിൽ ബിന്ദു എന്ന് പറയുന്ന യുവതിയെ പോലീസ് സ്റ്റേഷനിൽ അനധികൃതമായി പിടിച്ചു വെക്കുകയും അവരുടെ ജാതി പറഞ്ഞ് അവഹേളിക്കുകയും ചെയ്തൊരു പോലീസുകാരനെയും ഒരു സമൂഹത്തിനെ നമ്മൾ കണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ 2 ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു ദിവസം മുൻപ് ഈ അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്ന അതേ സ്ഥലത്ത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു പയ്യനെ കെട്ടിയിട്ട് തല്ലിയതും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ പറയുന്നത് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ജാതി മതം വർണ്ണം ഒന്നും ഇല്ലാന്നാണ്. ഇതെല്ലാം മധു കാണുന്നില്ല. ഒരു സാമൂഹിക പ്രാസംഗികനാണ് എന്ന് താങ്കൾ പറയുമ്പോഴും താങ്കൾ എന്തുകൊണ്ട് വേടന്റെ വിഷയം മാത്രം കാണുന്നു, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ള വിഷയങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ കാണാൻ തയ്യാറാവുന്നില്ല? അട്ടപ്പാടിയിൽ ആ പയ്യനെ തല്ലിയത് നമ്മൾ കണ്ടു, അതേപോലെ ബിന്ദുവിനെ പിടിച്ച് സ്റ്റേഷനിൽ ഇരുത്തിയതെല്ലാം നമ്മൾ കണ്ടു. ഈ തന്തയില്ലായ്മയ്ക്കെതിരെ സംസാരിക്കാനല്ലേ സാമൂഹിക അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു വ്യക്തി ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തി ശ്രമിക്കേണ്ടത്? വേടന്റെ കഴുത്തിലെ പല്ലോ, അല്ലെങ്കിൽ വേടന്റെ അമ്മ എവിടെയാണ്, വേടന്റെ അമ്മയുടെ വീട് എവിടെയാണ്, വേടന്റെ ശരീരത്തിലെ ചോര ആരുടെയാണ്, അല്ലെങ്കിൽ വേടന്റെ പിന്നിൽ ആരാണ്, വേടന്റെ നിഴൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാതെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാതെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം അവഹേളിക്കാനായിട്ട് വരുന്നത് അത് വല്ലാത്തൊരു ഇന്റൻഷൻ തന്നെയാണ് കേട്ടോ. വലിയൊരു പ്രസംഗികനാണ്, അല്ലെ പ്രാസംഗികനാണെന്ന് പറയുമ്പോഴും ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഒരാൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രാസംഗികൻ, അല്ലെ ഒരാളെ മാത്രം കരിവാരി തേക്കാനായിട്ട് നിൽക്കുന്ന ഒരു പ്രാസംഗികൻ തന്റെ പിന്നിൽ ആരാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഞങ്ങൾക്ക് ആർക്കും വേടൻ എന്ന് പറയുന്ന വ്യക്തി ജിഹാദിയാണെന്നോ LTT വർഗത്തിൽപ്പെട്ട ആളാണെന്നോ നമുക്ക് തോന്നിയിട്ടില്ല. ഒരു മനുഷ്യനാണ് വേടൻ. ആ മനുഷ്യത്വത്തെയും അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ് നിങ്ങൾ കളിയാക്കുന്നത്. അപ്പോ ഇങ്ങനത്തെ തന്തയില്ലായ്മ പറയാനും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ. നിയമ സംവിധാന വ്യവസ്ഥയൊക്കെ ഒരു നോക്കുതലായിട്ടിരിക്കുള്ളൂ എന്നും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നിയമ സംവിധാന വ്യവസ്ഥ ഉള്ളപ്പോൾ ഒരാളെ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനി എന്റെ നിലപാട് ആവർത്തിക്കും, എനിക്കിനി ഒരു കോപ്പും വരാനില്ല എന്നുള്ളൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ ഒരു ചിന്ത അവരുടെ മനസ്സിലെന്തായാലും സ്വാഭാവികമായിട്ട് വരും. നീയൊക്കെ എത്രയൊക്കെ കിടന്ന് കരഞ്ഞാലും മെഴുകിയാലും വേടൻ എന്തിനാണ് നിലകൊള്ളുന്നതെന്നും വേടന്റെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയാം. അതറിയാവുന്നവർ വേടനെ എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എടാ മോനെ മധു, ശശികലേ, വേണ്ട, ആളറിഞ്ഞ് കളിക്കണം കേട്ടോ. കാത്തിരുന്ന് കാണാം. നിനക്കൊക്കെ ഉള്ളൊരു പാട്ടുമായിട്ട് വേടൻ ഇനി ഉടനെ വരും. അപ്പോൾ അന്നും നീ പറയണം, ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനും അല്ല, ആണൊരു മൈരുമില്ലാതെ പറയുമ്പോൾ നിനക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് കൊള്ളാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയാണ്ടാ ഞങ്ങളുടെ വേടന്റെ വരവെന്ന് പറയുന്നത്. കാത്തിരുന്ന് കാണാം.